Hello guys, welcome back to my YouTube channel. This is Art Palette. അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ എന്താണെന്ന് നിങ്ങൾ ഈ ഒരു പേപ്പർ കണ്ടപ്പോൾ തന്നെ മനസ്സിലാക്കിയിട്ടുണ്ടാവും. അപ്പോൾ സംഭവം അത് തന്നെ സോഷ്യൽ സയൻസിന്റെ എക്സാം പേപ്പർ ഡിസ്കഷൻ ആണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പൊ നമ്മളൊന്ന് കൺഫ്യൂഷൻ അങ്ങനെ പോലെ തോന്നിയിട്ടുണ്ടായിരുന്നു. സോ ദാറ്റ്സ് വൈ ടഫ് ആയിരുന്നു. അതുപോലെ തന്നെ കുഴപ്പമുണ്ടായിരുന്നില്ല, നമുക്ക് എഴുതാനും ആയിരുന്നു. എന്ന് വെച്ചാല് നമുക്ക് പഠിക്കണം എന്നില്ല, നേരിട്ട് പോയി എഴുതാൻ പറ്റിയ സിമ്പിൾ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. അപ്പോ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ പറയട്ടെ, ഞാൻ നിങ്ങൾക്ക് എന്താ പറയാ, ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്ന സ്റ്റഡി വ്ളോഗ് നമുക്ക് യൂസ്ഫുൾ ആയോ ഇല്ലയെന്ന് കമന്റ് ചെയ്യാനായിട്ട് മറക്കരുത്. ഹിന്ദിയുടെ സ്റ്റഡി വ്ളോഗ് ഒക്കെ വന്നിട്ടുണ്ട്. അപ്പൊ എന്തായാലും നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക, അതും കാണാനായിട്ട് മറക്കണ്ട. അതിന്റെ ഫോർമാറ്റും കാര്യങ്ങളൊക്കെ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ ഡിസ്കഷനിലോട്ട് എടുക്കാം. നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടായിരുന്നു എക്സാം എന്ന് പറയാൻ മറക്കണ്ട. എനിക്ക് നന്നായിരുന്നു കേട്ടോ, നല്ല എക്സാം ആയിരുന്നു. എന്നാലും ഇത്തിരി ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് കൺഫ്യൂഷൻ അങ്ങനെ പോലെ തോന്നി. ബാക്കി ഓക്കെ ആയിരുന്നു. എനിക്ക് വൺ വേർഡ് ആണ് ഗൈസ് പേടിയുള്ളത്, ബാക്കി എല്ലാം സെറ്റ് ആണ്. വൺ വേർഡ് എനിക്ക് നല്ല പേടിയുണ്ട്, എന്താവും അറിയില്ല. അപ്പം നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റിലോട്ട് പോവാം. ഇത് ഭയങ്കര എളുപ്പമാണ് കേട്ടോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഒക്കെ. എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇതാണ്. നമ്മുടെ സംഖ്യ ഏത് ഇതിൽ വരുന്നതാണെന്നാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. ഗുപ്ത പീരീഡില് 6 സിസ്റ്റംസ് ഉണ്ടായിരുന്നു. അതിൽ ഏത് ഫിലോസഫിയിൽ വരുന്നതാണെന്നാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അത് ശരിക്കും ചാപ്റ്ററിൽ ബോക്സ് ആയിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ അത് നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ എനിക്കറിയാം സംഖ്യ കപിലയാണെന്ന്. അപ്പോ സി ആണ് ആൻസർ വന്നിട്ടുള്ളത്. അപ്പൊ നിങ്ങൾ സി ആണ് എഴുതിയെന്ന് വെച്ചാൽ ഒന്ന് പറയാൻ മറക്കണ്ട. ഞാൻ ശരിക്കും എല്ലാ ആൻസേഴ്സും പറയുന്നില്ല, എനിക്കറിയാവുന്ന ട്രൂ ആണെന്ന് തോന്നിയ ആൻസേഴ്സ് ആണ് പറയുന്നത്. കാരണം തെറ്റാണെങ്കിൽ നിങ്ങളെ കൂടി അത് തെറ്റ് പറഞ്ഞു തരണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് എന്താ പറയാ, സത്യമായിട്ടുള്ള ആൻസർ ആണെങ്കിൽ ഞാൻ എന്തായാലും നിങ്ങളായിട്ട് ഷെയർ ഇടാം. അപ്പൊ ഫസ്റ്റത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ കപിലയാണ് ഗൈസ്. സെക്കൻഡ് ക്വസ്റ്റ്യന്റെ ആൻസർ എനിക്ക് ഡൗട്ട് ആണ്. തേർഡ് ക്വസ്റ്റ്യന്റെ ആൻസറും ഡൗട്ട് ആണ്. കാരണം എന്താ പറയാ, എനിക്ക് അങ്ങനെ ഉറപ്പില്ല. എന്ന് വെച്ചാൽ എനിക്ക് അറിയാം, പക്ഷെ അത് ശരിയാണോ എന്ന് എനിക്ക് ഡൗട്ട് ഉണ്ട്, നല്ല ഡൗട്ട് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നില്ല. അപ്പം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. എന്ന് വെച്ചാല് 2, 3, 4 ആൻസേഴ്സ് ഞാൻ പറയുന്നില്ല. ഫിഫ്ത് ക്വസ്റ്റ്യൻ ആൻസർ സി ആണ്. ഈ ഒരു മാച്ച് ദ ഫോളോയിങ് ആയിരുന്നു. അപ്പോ ഈ ഒരു മാച്ച് ദ ഫോളോയിങ്ങിൽ ആൻസർ ആയിട്ട് വരുന്നത് സി ആണ് കേട്ടോ. സി ആണ് കറക്റ്റ് ആൻസർ. അപ്പൊ നമുക്ക് അടുത്ത് നോക്കാം. അപ്പൊ ഞാൻ ഇങ്ങനെ സ്പീഡി പറഞ്ഞു പോവാണ്, അല്ലെങ്കിൽ ഭയങ്കര ലെങ്തി ആയിട്ട് പോവും. നമുക്കടയിൽ മലയാള ഫസ്റ്റിന്റെ ഒക്കെ സ്റ്റഡി വ്ലോഗ് ഇടാനുള്ളതാണല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മളങ്ങനെ പെട്ടെന്ന് പറഞ്ഞു പോവാണ് കേട്ടോ. അപ്പൊ ഞാൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എടുക്കാണ്. സിക്സ്ത് ക്വസ്റ്റ്യനും ഈ ഒരു അസേർഷൻ റീസൺ എന്ന് പറഞ്ഞ ക്വസ്റ്റ്യൻ ഇല്ലേ, ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു എനിക്ക്. എന്ന് വെച്ചാൽ എനിക്ക് ഡൗട്ട് ആവും ഇതാണോ എന്നുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ അതും ഞാൻ പറയുന്നില്ല. സെവൻത് ക്വസ്റ്റ്യൻ പോപ്പുലേഷൻ ഡെൻസിറ്റിയുടെ ആണ്. അത് നമുക്കറിയാവുന്ന ആൻസർ തന്നെയാണല്ലോ, അതുകൊണ്ട് അത് പറയുന്നില്ല. എയ്ത്ത് ക്വസ്റ്റ്യൻ അതും ഞാൻ പറയുന്നില്ല കേട്ടോ. എയ്ത്ത് ക്വസ്റ്റ്യനും നമ്മുടെ സ്റ്റേറ്റ്മെന്റ് ഉള്ളതാണ്. അപ്പൊ എനിക്ക് ഫുൾ ഒരു ഡൗട്ട് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ വൺ വേർഡ്സ് ഒക്കെ ഡൗട്ട് ഉണ്ട് ഇത്തിരി ഒക്കെ. ബാക്കി ഓക്കെയാണ്. അപ്പോ നയൻത്ത് ക്വസ്റ്റ്യൻ ഭയങ്കര സിമ്പിൾ ആയിരുന്നു എനിക്ക് തോന്നുന്നു. എനിക്ക് 2 ഫ്ലോ ചാർട്ട് അറിയായിരുന്നു കേട്ടോ. ഇത് 2 അറിയായിരുന്നു. അപ്പൊ ഞാൻ 2 എഴുതി വെച്ചിട്ടുണ്ട്. ഫസ്റ്റ് എനിക്ക് ഏറ്റവും കൂടുതൽ അറിയാവുന്നത് ഈ ഒരു ശതവാഹനാസിന്റെ ഗുപ്താസിന്റെ ആണ്. അപ്പൊ ഞാൻ അത് എഴുതി വെച്ചു. പിന്നെ ലാസ്റ്റ് ഞാൻ മറ്റേ അന്ത്യാജാസ് അതൊക്കെ എഴുതി, ചർമ്മ കരാർ അതൊക്കെ എഴുതി കേട്ടോ. ഓർ ക്വസ്റ്റ്യൻ ആയിരുന്നല്ലോ ഇത്. അപ്പോ അങ്ങനെ അടുത്തതായിട്ട് 10th ക്വസ്റ്റ്യൻ ആണ് നോക്കണത്. 10th ക്വസ്റ്റ്യൻ പോവാട്ടിനെ പറ്റിയിട്ടായിരുന്നു. അതെനിക്കൊരു ഗസ്റ്റിന് ഞാൻ എഴുതി വെച്ചു. കാരണം വേറൊന്നല്ല, മുമ്പത്തെ ടൈമിൽ നിന്ന് വന്നതായിരുന്നു. ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു മുമ്പത്തെ ടൈമിൽ നിന്ന് ഉണ്ടാവുമെന്ന്. അപ്പൊ എന്തായാലും പോവാട്ടിനെ പറ്റി നമുക്ക് അങ്ങനെ ഭയങ്കരമായിട്ട് അറിയാലോ നമുക്ക് എന്താന്ന്. അപ്പൊ അതൊന്ന് ഇംഗ്ലീഷിലോട്ട് കൺവേർട്ട് ചെയ്ത് എഴുതി വെച്ചു. പിന്നെ ആണെങ്കിൽ ഫീച്ചേഴ്സ് ഓഫ് രാജ്യസഭ ഞാൻ ഇന്നലെ സൈലം കണ്ടിരുന്നു. സൈലം കാണുന്ന ടൈമിൽ കറക്റ്റ് അവര് പറഞ്ഞായിരുന്നു ഈ ഒരു ഫീച്ചേഴ്സ് ഓഫ് രാജ്യസഭ. അതുകൊണ്ട് തന്നെ അത് എനിക്ക് നന്നായിട്ട് തന്നെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റി. നെക്സ്റ്റ് 12th ക്വസ്റ്റ്യൻ ഡെക്കാൻ ട്രാപ്പ് എനിക്ക് ഡൗട്ട് ഉണ്ട്. അടുത്തത് 13th ക്വസ്റ്റ്യൻ ആണ്. അത് ഞാൻ എഴുതുന്നത് റിജിഡ് അമെന്റ്മെന്റ് ആണ്. അത് കറക്റ്റ് ആണോ എനിക്ക് ഒരു ഐഡിയ ഇല്ല. അത് ആ ഒരു റിജിഡ് അമെന്റ്മെന്റ് എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതിയിട്ടുണ്ട്. നെക്സ്റ്റ് 14th ക്വസ്റ്റ്യൻ വുമൺ അഗൈൻസ്റ്റ് ഡൊമസ്റ്റിക് വയലൻസ്, ആ ഒരു വയലൻസിന്റെ ഇതാണ് കേട്ടോ. അപ്പോ അതിന്റെ ഞാൻ എഴുതിയിട്ടുണ്ട്. പിന്നെ 15th ക്വസ്റ്റ്യൻ സിമ്പിൾ ആയിരുന്നു. എന്ത് എംപ്ലോയ്മെന്റ് ആണ് എന്ന് വെച്ചാല് ഇന്റേണൽ മൈഗ്രേഷൻ ആണോ അതോ ഇന്റർനാഷണൽ മൈഗ്രേഷൻ ആണോ എന്ന്, അതും ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി വന്നത് 3 സ്കോർ വന്നതാണ് കേട്ടോ ക്വസ്റ്റ്യൻസ് ഒക്കെ. അപ്പോ നെക്സ്റ്റ് ആയിട്ട് വരുന്നത് നമ്മുടെ 3rd സ്കോർ വരുന്നതാണ്. അതില് അശോകദമ്മ, അത് ആദ്യത്തെ ടൈമിലായിരുന്നു കേട്ടോ. അത് ഭയങ്കര എനിക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു, പക്ഷെ ഞാൻ എഴുതിയിട്ടുണ്ട്, എനിക്കൊന്ന് മാർക്ക് കിട്ടുമെന്ന്. അപ്പോ അത് പിന്നെ 17th ക്വസ്റ്റ്യൻ മോസ്റ്റ് ഫേവറബിൾ കണ്ടീഷൻ അത് എഴുതി. 18th ക്വസ്റ്റ്യൻ എഴുതി.
19th എഴുതി, 20 എഴുതി, 21 എഴുതി, 22 ബാബർ റീജിയൻ കേട്ടോ. ബാബറും ഖാദറും അങ്ങനെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നല്ലോ. എനിക്കൊരു ഓർമ്മ വെച്ചിട്ട് ഞാൻ എഴുതിയിട്ടുണ്ട്. നെക്സ്റ്റ് 23rd ക്വസ്റ്റ്യൻ, 23rd ക്വസ്റ്റ്യൻ ഗൈസ്. അത് ഒരു ബോക്സ് ആയിരുന്നു. ആ ബോക്സ് ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. കറക്റ്റ് ആണോ ഇല്ലയെന്നൊന്നും എനിക്കറിയില്ല. നെക്സ്റ്റ് 24th ക്വസ്റ്റ്യൻ അത് എഴുതി. നിയോളിത്തിക് ഏജ് ഭയങ്കര എളുപ്പമല്ലേ, പോപ്പുലേഷൻ കാരണം അവർക്ക് സെറ്റിൽമെന്റ് വേണ്ടി വന്നു, അതൊക്കെ നമുക്ക് അറിയാവുന്നതാണല്ലോ. പിന്നെ 26th ക്വസ്റ്റ്യൻ നമ്മൾ എഴുതിയിട്ടുണ്ട്. അത് നാച്ചുറൽ വെജിറ്റേഷൻ ഹിമാലയയിലായിരുന്നു, അതും ഞാൻ എഴുതിയിട്ടുണ്ട്. 26 ക്വസ്റ്റ്യനില് ഡെമോഗ്രാഫിക് ഡിവിഡൻഡ് കേട്ടോ, അത് ഓർ ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ എഴുതിയിട്ടുണ്ടായിരുന്നത് ലൈഫ് എക്സ്പെക്ടൻസിനെ പറ്റിയായിരുന്നു. അത് എനിക്ക് ഇത്തിരി എളുപ്പമായിട്ട് തോന്നിയതുകൊണ്ട് അത് എഴുതി. നെക്സ്റ്റ് ഗൈസ് 26 കഴിഞ്ഞിട്ട് 27 ആണ് ഗൈസ് ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ടത്. 27th ക്വസ്റ്റ്യൻ എന്താണെന്ന് നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ഈ ഒരു ഗ്രാഫ് ക്വസ്റ്റ്യൻ ആയിരുന്നു. അത് എന്തൊരു സിമ്പിൾ ആണെന്ന് ഞാൻ ആലോചിച്ചു കേട്ടോ, ഭയങ്കര സിമ്പിൾ ആയിരുന്നു. പിന്നെ എനിക്ക് തോന്നുന്നു സെക്കൻഡ് സബ് ക്വസ്റ്റ്യൻ ആയിരിക്കും നിങ്ങൾ കൺഫ്യൂഷൻ ആക്കണ്ടാവുക. എന്നെയും അത് തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു, കൺഫ്യൂഷൻ ആക്കി. പക്ഷെ ഞാൻ ഓക്കെ ആയിട്ട് എഴുതി. അപ്പം അങ്ങനെയൊക്കെയാണ്. അപ്പോ ഈ ഗ്രാഫ് എഴുതി, ഈ ഗ്രാഫ് എഴുതിയിട്ടുണ്ടായിരുന്നു. അതുപോലെ ഫസ്റ്റ് ഞാൻ എഴുതിയത് ഈ ഒരു ഗ്രാഫാണ്. ഇതിനിപ്പോ മാർക്ക് വില കുറഞ്ഞു പോയി കഴിഞ്ഞാൽ തന്നെ ഈ ഗ്രാഫിന്റെ മാർക്ക് എടുക്കും. അപ്പൊ ലാസ്റ്റ് ഞാൻ അത് എഴുതി വെച്ചു കേട്ടോ. അപ്പോ നിങ്ങൾ എല്ലാവരും അങ്ങനെ എഴുതി വെക്കുന്ന കാര്യം നല്ലതാണ്. കാരണം വേറെ ഒന്നല്ല, നമ്മുടെ ഒരു ക്വസ്റ്റ്യന്റെ മാർക്ക് പോയെങ്കിൽ മറ്റേ ക്വസ്റ്റ്യനിൽ നിന്ന് നമുക്ക് മാർക്ക് കിട്ടാന്ന് പറയുന്നത് ഒരു നിസ്സാര കാര്യമില്ല. എന്നോടനുബന്ധിച്ച് എനിക്കത് നിസ്സാര കാര്യമില്ല. അപ്പോ 28th ക്വസ്റ്റ്യൻ ആണ് ഗൈസ് എനിക്ക് ഏറ്റവും പേടിയുള്ളത്. എന്താ പറയാ, 4 മാർക്ക് അങ്ങോട്ടേ പോകും. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ എന്താ പറയാ, ഇങ്ങനെ നോക്കിയാണ് എഴുതിയിട്ടുള്ളത്. നോക്കിയിട്ട് കുറെ വായിച്ചു നോക്കിയിട്ട് ഞാൻ എന്ന് വെച്ചാല് മാപ്പ് ആണെന്നുള്ളൂ. മാപ്പ് എനിക്ക് മാർക്ക് ചെയ്യാനായിട്ട് ഇത്തിരി പിടിയുണ്ട്, പക്ഷെ നമ്മൾ കണ്ടുപിടിക്കണം എന്തൊക്കെയാണെന്ന്. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ ആദ്യത്തെ നർമ്മദ താപ്തി ബാക്കിയൊക്കെ ഞാൻ എഴുതിയിട്ടുണ്ട്, പക്ഷെ ഞാൻ പറയണില്ല. അത് ചിലപ്പോ തെറ്റാണെങ്കിലും. അപ്പൊ അതുകൊണ്ട് ഞാൻ പറയണില്ല കേട്ടോ. അപ്പോ 29th ക്വസ്റ്റ്യൻ നോക്കാം. ഓർ ക്വസ്റ്റ്യൻ ആണ്. അത് 2 എണ്ണം ഞാൻ എഴുതിയിട്ടുണ്ടായിരുന്നു. ഫസ്റ്റത്തെയാണ് നാഷണൽ ഹ്യൂമൻ റൈറ്റ് കമ്മീഷൻ കേട്ടോ. അത് ഞാൻ എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പം അത് എഴുതിട്ടോ ഗൈസ്. ഇനി അടുത്തത് നമുക്ക് നോക്കാം. അടുത്തത് ഈ ഒരു 31 ക്വസ്റ്റ്യൻസ് ആണ്. അതില് ലാൻഡ് ഗ്രാൻഡിന്റെ ഓർ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. ഓർ ക്വസ്റ്റ്യൻസ് ആയിരുന്നു. ഇത് 2 എണ്ണം ഓർ ക്വസ്റ്റ്യൻ ആയിരുന്നു. അത് 2 എണ്ണം ഞാൻ ഓർ ക്വസ്റ്റ്യൻസ് ആയാലും അതില് ദ്രാവിഡിയൻ ആർക്കിടെക്ചറിന്റെ ആ ഒരു എക്സാമ്പിൾ അത് എഴുതിയിട്ടില്ല. ആ ക്വസ്റ്റ്യൻ എഴുതിയിട്ടില്ല. ഓർ ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നല്ലോ, അപ്പൊ അതുകൊണ്ട് അത് എഴുതിയിട്ടില്ല. ലാൻഡ് ഗ്രാൻഡ് സിസ്റ്റം, എന്താ പറയാ, സോഷ്യൽ കൾച്ചറൽ ലൈഫ് ഓഫ് സൗത്ത് ഇന്ത്യ ആണ് എഴുതിയിട്ടുണ്ടായിരുന്നത്. പിന്നെ 31th ക്വസ്റ്റ്യനില് താർ ഡെസേർട്ടിന്റെ ക്ലൈമറ്റ് ഫോർമേഷനും അതുപോലെ തന്നെ ജോഗ്രഫിക്കൽ ഡിവിഷൻസ് ഓഫ് ദി താർ ഡെസേർട്ടും എഴുതിയിട്ടുണ്ട്. അപ്പൊ ഗൈസ് ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ എഴുതിയിട്ടുണ്ടായിരുന്നത്. ഓക്കെ ആയിരുന്നു എന്റെ എക്സാം. അപ്പൊ ഗൈസ് ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോ വേറൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ടാറ്റാ.